നമസ്തേ. ഭഗവത്ഗീതയുടെ 15-ാം അധ്യായത്തിൽ പുരുഷോത്തമനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 20 ശ്ലോകങ്ങളുള്ള ഈ അധ്യായം ഭഗവത്ഗീതയിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നാണ്. വേറൊരെണ്ണം നാം കണ്ടു കഴിഞ്ഞു, അധ്യായം 12. ഇതിലും 20 ശ്ലോകങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പുരുഷോത്തമൻ, എന്തുകൊണ്ടാണ് അങ്ങനെ പുരുഷോത്തമൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാം, പുരുഷോത്തമൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ പുരുഷോത്തമൻ? പുരുഷോത്തമൻ ആത്മാവ് തന്നെ, അഹമാത്മാ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 10, 20 ശ്ലോകത്തിൽ. അതുപോലെ തന്നെ 4, 6 ശ്ലോകത്തിലും പറയുന്നുണ്ട്. അദ്യോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ആത്മാവെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണൻ ആത്മാവായതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം ഈശ്വരനായി ആരാധിക്കുന്നത്. ആത്മാവാണ് ഹിന്ദു ആത്മീയ തത്വപ്രകാരം ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, നയിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പം അങ്ങനെ നയിക്കുന്നവൻ ചൈതന്യമാണ് ഈശ്വരൻ. ആ ചൈതന്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ശ്രീകൃഷ്ണനെ ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി പരമാത്മാവ് ഒരു 13, 22 ശ്ലോകത്തിലാണ് പരമാത്മാവാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പുരുഷൻ. പ്രകൃതിയുമുണ്ട്, പുരുഷനുമുണ്ട്. ഓരോ വ്യക്തിയിലും ഓരോ വസ്തുവിലും. അതിൽ പുരുഷൻ എന്ന് പറയുന്നത് പരമാത്മാവാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം രണ്ടും ഒന്നാണെന്നർത്ഥം. പുരുഷൻ ആത്മാവാണ്, അതുപോലെ തന്നെ പരമാത്മാവുമാണ്. അങ്ങനെ രണ്ടും, അതായത് ആത്മാവും പരമാത്മാവും എല്ലാം ഒന്ന് തന്നെ. നമ്മളതിനെ ജീവാത്മാവെന്നും പരമാത്മാവെന്നും വിളിക്കും. എന്തുകൊണ്ട് വിളി? എന്താണ് അതിന് അടിസ്ഥാനം? ഒരു ആത്മാവെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു, ഓരോ അണുവിലും സന്നിഹിതനായിട്ടുള്ള ഒരു ചൈതന്യമാണ്, അഖണ്ഡമായ ചൈതന്യമാണ്. എവിടെയും അത് മുറിക്കപ്പെടുന്നില്ല, അഖണ്ഡമായ ചൈതന്യമാണ്. പിന്നെ എങ്ങനെ ജീവാത്മാവ്? അത് ദേഹം നശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പരമാത്മാവിൽ ചെന്ന് ലയിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ് സത്യമാകുന്നത്, ശരിയാകുന്നത്? അങ്ങനെയാണ് ആത്മാവെന്ന് പറയുന്നത് ഈ ഉള്ളിലിരിക്കുന്ന എന്തോ ഒരു ലൈറ്റ് പോലുള്ള സാധനമാണ്. അത് ലൈറ്റ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇളകി വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളും അത് വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. വാസ്തവത്തിൽ പരമാത്മാവും അതുപോലെ തന്നെ ജീവാത്മാവ് എന്നൊക്കെ പറയുന്ന ആത്മാവ് തന്നെയാണ്, അഖണ്ഡമായ ആത്മാവാണ്. അത് ഒരു ദേഹത്തിൻ്റെ പരിധിയിൽ പരിധിയിൽ ഉള്ള ആത്മാവിനെ നമ്മൾ ജീവാത്മാവെന്ന് വ്യവഹരിക്കുന്നു എന്നേ ഉള്ളൂ. അത് അങ്ങനെ ദേഹത്തിൻ്റെ പരിധിയിൽ വെച്ച് മുറിയുന്നില്ല. ദേഹത്തിൻ്റെ പരിധിയിലുള്ള ആ ആത്മ ചൈതന്യത്തെ നാം ജീവാത്മാവെന്ന് വിളിക്കുന്നു. പരമാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അഖണ്ഡമായി നിൽക്കുന്ന ആത്മാവ് തന്നെയാണ്. പ്രപഞ്ചം ഒരു വസ്തുവിൽ കേന്ദ്രീകരിക്കാതെ, ഒരു വസ്തുവിൻ്റെ പരിധിയിൽ നിൽക്കാതെ പ്രപഞ്ചം തന്നെ പരിധിയാകുന്ന ആത്മചൈതന്യമാണ് പരമാത്മാവ്. അതുകൊണ്ടാണ് പരം ആത്മാവ്. എല്ലാത്തിനെയും ആവഹിച്ചു കൊണ്ട് നിൽക്കുന്ന ചൈതന്യം, അതിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഭഗവത്ഗീതയിൽ തന്നെ മറ്റ് അധ്യായങ്ങളിലും ഇതിനുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ കാര്യം ഇവിടെ ഒരിക്കൽ കൂടി ഭഗവാൻ വിശദീകരിക്കുന്നു, സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. അല്ലാതെ പരമാത്മാവ് വേറെ, ജീവാത്മാവ് വേറെ, ആത്മാവ് വേറെ, അങ്ങനെയൊന്നുമില്ല. ആത്മാവ് തന്നെ പരമാത്മാവ്. അതും ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. അവനവൻ്റെ ഉള്ളിലുള്ള, അവനവൻ്റെ ദേഹപരിധിക്കുള്ളിൽ തിളങ്ങുന്ന
ആ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതെന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നുണ്ട്. 3:7 ബ്രാഹ്മണം വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിടികിട്ടുന്നതാണ്. ഇനി നമ്മളൊരു കുറച്ചുകൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, ഇപ്പം അന്തരീക്ഷത്തിലുള്ള വായുവിലൊരു കുടം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുടത്തിൽ വായുവുണ്ട്, അതുപോലെ തന്നെ വിശാലമായ അന്തരീക്ഷത്തിലും വായുവുണ്ട്. രണ്ട് വായുവും ഒന്ന് തന്നെയാണ്. കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ടും ഈ പരിധി, കുടം എന്ന പരിധി ഇല്ലാതാകുന്നു. ആത്മാവ്, അതായത് വായു സർവ്വവ്യാപിയായിട്ട് അപ്പോഴും നിൽക്കുന്നു. വേറൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ 2 ഭാഗങ്ങളാണ്, ഒന്ന് ബംഗാൾ ഉൾക്കടലും ഒന്ന് അറബിക്കടലും. ഇത് നമ്മൾ പ്രത്യേകം പറയുകയാണ്, ഇന്ന സ്ഥലത്ത് കിടക്കുന്ന ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തെ നമ്മൾ അറബിക്കടൽ എന്ന് പറയുന്നു. വേറൊരു സ്ഥലത്ത് കിടക്കുന്ന, ഇന്ത്യക്ക് കിഴക്ക് വശത്ത് കിടക്കുന്ന സ്ഥലത്ത് ഉള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തെ നമ്മൾ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നു. അപ്പൊ അതുപോലുള്ള ഒരു പരിപാടിയാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അധ്യായത്തിൽ ഈ 20 ശ്ലോകങ്ങളാണുള്ളത്. ഞാൻ പറഞ്ഞു, അത് ആദ്യം തന്നെ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മത്തെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്ത് പ്രതീകമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അശ്വത്ഥം, അരയാലാണ്. അരയാലിൻ്റെ ഒരു രൂപത്തിലാണ്, പ്രതീകമാണ് അവിടെ ആ ബ്രഹ്മത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രതീകം ഇത് കഠോപനിഷത്തിൽ 6:1 ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. ഇനി ആ അശ്വത്ഥത്തിന്റെ സ്വഭാവം എന്താണ്? അതിന്റെ വേരുകൾ മുകളിലാണ് അതിന്റെ വേരുകൾ നിൽക്കുന്നത്. മേളിൽ നിന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ശാഖകൾ താഴേക്ക് വളരുന്നു. ആ ശാഖകളിൽ പിന്നെ ശാഖകൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേരിന്റെ അംശം വേണം. അപ്പം വേരുകളും താഴോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ശാഖകളും വളർന്നിങ്ങനെ പന്തലിച്ച് പോവുകയാണ്. അപ്പം എല്ലായിടത്തും വേരുകളും എല്ലായിടത്തും ശാഖകളുമുള്ള ഒരു രൂപമാണ്, ഒരു രീതിയിൽ ഒരു വസ്തുവായിട്ടാണ് ബ്രഹ്മത്തെ, അശ്വത്ഥത്തെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മൾ സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടി പിഴുതിട്ട് നമ്മൾ തല കീഴായിട്ട് വേര് മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അതിന്റെ വേരുകൾ താഴേക്ക് വരുന്നുണ്ട്. അതൊരു വ്യത്യാസമേ ഉള്ളൂ. വേരുകൾ താഴോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരുകളിൽ നിന്നുള്ള ചൈതന്യം, അതായത് വേരുകൾ വലിച്ചെടുക്കുന്ന ആഹാരവും അതുപോലെ തന്നെ ജലവും എല്ലാം താഴെ ശാഖകളിലേക്ക് വരികയില്ലേ? അതിൻ്റെ ഒരു പ്രതീകാത്മകമായ പ്രസന്റേഷനാണ് വേരുകളും താഴേക്ക് വരുന്നു. അതുപോലെ തന്നെ ശാഖകളും അതുപോലെ തന്നെ വേരുകൾക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേരുകളിൽ അതിൻ്റെ ഒരു നിലനിൽപ്പിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശാഖകളും അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ആകൃതി നമുക്ക് പറയാൻ പറ്റത്തില്ല. ശാഖകളും മേലോട്ട് പറഞ്ഞ് മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നു. അതാണ് ശാഖകളും വേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ചു നിൽക്കുന്നു പറയുന്നതിൻ്റെ ഒരു സങ്കല്പം അതാണ്. മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്ന, അതായത് ഭൗതിക പ്രപഞ്ചത്തിലെ മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മചൈതന്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വസ്തുവാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ആ ബ്രഹ്മത്തെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അത് കഠോപനിഷത്തിൽ 6:1 ഊർധ്വമൂലോ അവാക്ശാഖ യേശോ അശ്വത സനാതന എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് തദേവ ശുക്രം തദ് ബ്രഹ്മ എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ബ്രഹ്മമാണെന്ന് എടുത്തു പറയുന്നില്ല, പക്ഷെ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. ഇതിൻ്റെ പർണങ്ങൾ എന്ന് പറഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് കാമങ്ങളാണ്. അത് ഇതെല്ലാം കൂടെ ചേർന്ന് ഈ ബ്രഹ്മത്തെ ആരറിയുന്നു? അവൻ എല്ലാം അറിയുന്നവനാണ്, വേദവിത്താണ്. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടെ, അധശ്ചൗർധ്വം പ്രസുത തസ്യ ശാഖാഃ ഗുണപ്രവൃത്ത വിഷയപ്രവാളായ അധശ്ച മൂലാനി അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ. കർമ്മങ്ങൾ ഉണ്ടാക്കുന്നതും ഈ
അശ്വത്ഥം തന്നെയാണ്. അശ്വത്ഥം എന്ന് പറഞ്ഞ് ബ്രഹ്മമാകുന്ന ഈ അശ്വത്ഥം മൂലമാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അതും നമ്മൾ പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ന രൂപമസ്യേഹ തഥോപലപ്യതേ ഞാന്തോ ന ചാത്. ഇതിന് പ്രത്യേകിച്ചൊരു രൂപമില്ല, ആദ്യവുമില്ല, മധ്യവുമില്ല, അവസാനവുമില്ല. ഈ അശ്വത്ഥത്തെ ഖണ്ഡിക്കണം, ഛേദിച്ച് മാറ്റണമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഈ അശ്വത്ഥത്തെ ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശാഖകളാകുന്ന ഭൗതിക അംശത്തെ അല്ലെങ്കിൽ ഭൗതിക ഭോഗങ്ങളോടുള്ള നമ്മളുടെ അഭിനിവേശം ഇല്ലാതാക്കിയിട്ട് ഇതിൻ്റെ മൂലമായിട്ടുള്ള പുരുഷനെ പ്രാപിക്കണം എന്നാണ് ഇവിടെ നൽകുന്നത്. അത് കുറച്ചുകൂടെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അശ്വത്ഥമേനം സുവിരൂഢമൂലം, നല്ല ശക്തിയുള്ള വേരുകളോടുകൂടിയ ഈ അശ്വത്ഥത്തെ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, സംഘമില്ലായ്മ കൊണ്ട് ഭേദിക്കണം. സംഘമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഭൗതിക ഭോഗങ്ങളോട് നമുക്ക് അഭിനിവേശമില്ലാതാകും. സംഘമുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ അവയോട് അഭിനിവേശം ഉണ്ടാവുക. അത് നമ്മളെ അതിലേക്ക്, ആ ഭൗതിക ജീവിതത്തിലേക്ക് നമ്മളെ അതിൻ്റെ നൂലാമലകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്കൊരിക്കലും ഒരു ശാന്തിയോ സമാധാനവും കിട്ടാതെ വരും. അതാണ് പറയുന്നത്, ഈ ഭൗതിക ഭോഗങ്ങൾ അസംഗശസ്ത്രം കൊണ്ട് ഛേദിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? പദം തത് പരിമാർഗിതവ്യം. പിന്നെ പോകാനുള്ള ഒരു പദമുണ്ട്. അത് ആ പദത്തിൽ ചെന്ന് കഴിഞ്ഞാൽ യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയക, പിന്നെ തിരിച്ചു വരവില്ല. ആ പദത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കും. അതായത് നിത്യമായ ശാന്തിയിൽ തന്നെ ആ പുരുഷനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറച്ചു നിൽക്കുമെന്നർത്ഥം. ഇതൊക്കെ നമ്മൾ പല അവസരത്തിൽ കണ്ടിട്ടുള്ളതാണ്. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ, ആദിയായിട്ടുള്ള ആ പുരുഷനെ നമ്മൾ പ്രാപിക്കുകയും എന്നാണ് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. യഥ പ്രവൃത്തി പ്രസുത പുരാണി പണ്ട് ഈ എല്ലാ ഭൗതിക അംശങ്ങളും ഭൗതിക വസ്തുക്കളും അവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഏതിൽ നിന്നാണോ ഈ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായിട്ടുള്ളത്, പ്രവൃത്തി പ്രസൃത പുരാണി, പണ്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എവിടെ നിന്നാണോ ആ പുരുഷനിലേക്ക് നമ്മൾ ചെന്നെത്തണം. അതിനെയാണ് പ്രാപിക്കേണ്ടത്. ഈ അശ്വത്ഥത്തെ അസംഗശസ്ത്രം കൊണ്ട് ഛേദിച്ച് കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകണം എന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അത് സാധ്യമാകുന്നത് എങ്ങനെ? ആർക്കാണ് അത് സാധ്യമാകുന്നത്? അതായത് അഭിമാനമോ അല്ലെങ്കിൽ മോഹങ്ങളോ കാമങ്ങളോ സംഘം ഉള്ളവരോ അവർക്കൊന്നും ഇത് പറ്റത്തില്ല. മാനമോഹങ്ങളില്ലാത്തവർ, ജിതസംഘദോഷ, ആകുന്ന ദോഷത്തെ അതിജീവിച്ചവർക്ക്, അധ്യാത്മനിത്യ വിനിവൃത്ത കാമങ്ങളിൽ നിന്ന് മോചനായിട്ടുള്ളവർ, അധ്യാത്മനിത്യ എന്ന് വെച്ചാൽ ഈ ആത്മ അംശത്തോട്, നമ്മുടെ ശരീരത്തിലുള്ള ആത്മ അംശത്തോട് പ്രതിപത്തി ഉള്ളവർക്ക്, ദ്വന്ദ്വൈർ വിമുക്താഹ സുഖദുഃഖ സംജ്ഞൈ, സുഖവും ദുഃഖവും എന്നുള്ള അത് സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളോടുള്ള ആ വൈരാഗ്യം കൈവന്നവർ, അവരിൽ നിന്ന് അതാണ് സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളിൽ നിന്ന് വിമുക്തരായവർ, അവർ ഈ അങ്ങനെയുള്ള വിവേകികൾ, ബുദ്ധിമാന്മാർ, അമൂഢന്മാർ പദമവ്യയം, ആ അവ്യയമായ പദത്തെ പ്രാപിക്കും. അവിടെ ആ പദത്തിന്റെ പ്രത്യേകത എന്താണ്? ന തത്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തി തദ്ധാമ പരമം മമ. അവിടെ ഈ സൂര്യനോ ചന്ദ്രനോ അതുപോലെ തന്നെ അഗ്നിയൊന്നുമല്ല അതിനെ പ്രകാശിപ്പിക്കുന്നത്, ഈ പുരുഷനെ പ്രകാശിക്കുന്നത്. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ലെന്ന് നേരത്തെ പറഞ്ഞു. അതാണ് എൻ്റെ ഈ ബ്രഹ്മത്തിലെ എൻ്റെ ഇരിപ്പിടം അവിടെയാണ് എന്നാണ് കൃഷ്ണൻ പറയും. കൃഷ്ണൻ പറയുന്നത് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഇരിപ്പിടം അവിടെയാണെന്ന്, ആ പുരുഷനാണ് ആത്മാവ് എന്നർത്ഥം. ഇനി ഈ ന തത്ഭാസ ന തത്ര സൂര്യോപാധി
ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി എന്ന് പറഞ്ഞിട്ട് ഈ കഠോപനിഷത്തിൽ തന്നെ 5:15 ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളിലും ഈ ഉപനിഷത്തുകളിൽ പലയിടത്തായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ മൊത്തം ആശയമാണ് ഭഗവത്ഗീതയിൽ കൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. മറ്റു ചില കാര്യങ്ങളോട് പുറമേയുള്ള ചില കാര്യങ്ങളോട് ചേർത്തിട്ടുണ്ട്, സന്ദർഭത്തിനനുസരിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ പല ശ്ലോകങ്ങളും അതേപടി എടുത്ത് ചേർക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇത്. അതിന് ഒരു ചെറിയ മാറ്റത്തോടുകൂടി ഇതും ഇവിടെ പറയുന്നു. ഇനി പറയുന്നു ജീവലോകത്ത്. ഇത് പറഞ്ഞു, ഇതാണ് ഏത് ബ്രഹ്മത്തിലെ ആ പുരുഷനാണ് എൻ്റെ ഇരിപ്പിടം എന്ന് വെച്ചാൽ ആ പുരുഷനാണ് ഞാൻ. ബ്രഹ്മത്തിലെ ആ പുരുഷനാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഒരംശം മമേവ അംശവും മമ ഏവ അംശം ജീവലോകേ. ജീവലോകത്തിൽ ജീവികൾക്ക് പ്രത്യേകിച്ചിട്ട് ഒരു കാര്യമുണ്ടെന്നർത്ഥം. ജീവഭൂത സനാതനക, എൻ്റെ സനാതനമായ ഒരംശം, ജീവഭൂതമായ ഒരംശം ജീവലോകത്ത് എന്ത് ചെയ്യുന്നു? പ്രകൃതിസ്ഥാനി മനഃഷ്ടാനി ഇന്ദ്രിയാണി കർഷതി. ഇന്ദ്രിയാണി, അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കർഷിക്കുന്നു എന്ന് വെച്ചാൽ അവരെ പ്രവർത്തിപ്പിക്കുന്നു, അവരെ നയിക്കുന്നു. അവ എങ്ങനെയുള്ളതാണ്? അത് പ്രകൃതിയിലുള്ളതാണ്. അതായത് രണ്ട് പ്രകൃതിയുണ്ട്, പുരുഷനുമുണ്ട്. ആ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു അംശം, അതായത് ജീവഭൂതമായ അംശം, ജീവനെ ഉണ്ടാക്കുന്ന അംശം എന്നിലുള്ളതാണ്. അതെന്താണ് ശരിക്കും? അതെന്താണ്? അത് ബോധം. ആ ബോധം എന്നെ ചിത്ത്, സത്ത് ചിത്ത് ആനന്ദം, അതിലെ ചിത്ത് എന്ന അംശമാണ് ഞാൻ ജീവഭൂതമായിട്ടുള്ളത്, സനാതനമായ അംശമാണ്. അതാണ് ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിക്കുന്ന അതാണ്. ആ മനസ്സും ഇന്ദ്രിയങ്ങളും എവിടെയാണ് നിൽക്കുന്നത്? പ്രകൃതിയിലാണ്. അപ്പൊ ഇനി ഒരു സംശയം നീങ്ങി. അതായത് സൂക്ഷ്മ ശരീരമാണ് പുനർജന്മത്തിന് വേണ്ടി മറ്റ് ഗർഭപാത്രം നോക്കി നടക്കുന്നതെന്നൊക്കെ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല എന്നാണ്. എന്നുവെച്ചാൽ പ്രകൃതിയിലാണ്, പ്രകൃതിയുടെ ഭാഗമാണ് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതി നശിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഭൗതിക ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഇതും ഇല്ലാതാകും എന്നാണ് ഈ പറയുന്നത്. അത് സൂക്ഷ്മ ശരീരത്തിന്റെ നിർവചനത്തിൽ തത്വബോധം എന്ന് പറഞ്ഞ ആദിശങ്കരന്റെ ഒരു കൃതിയുണ്ട്. അവിടെ കറക്റ്റായിട്ട് നിർവചിക്കുന്നുണ്ട് അദ്ദേഹം. അതൊന്നും വായിക്കാത്ത, അതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ ഇങ്ങനെ ട്രാൻസ്മൈഗ്രേഷൻ എന്നും പറഞ്ഞൊരു പേരും ഉണ്ടാക്കി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് സഞ്ചരിക്കത്തില്ലെന്ന് ഇപ്പം ആളുകൾക്കൊക്കെ ഒരു ബോധം വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലായിടം നിറഞ്ഞിരിക്കുന്ന ആത്മാവ് എങ്ങനെയാണ് സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്? ഇൻഡിവിജ്വലായിട്ട് ആർക്കും അങ്ങനെയുള്ളതൊന്നും ഇല്ലെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് പുതിയ സന്യാസിമാർ ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് സൂക്ഷ്മ ശരീരമാണ് സഞ്ചരിക്കുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അന്ധക്കരണങ്ങളും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ചേർന്നതാണെന്ന് ആദിശങ്കരൻ നിർവചിച്ചിട്ടുണ്ട്. അത് എവിടെയാണ്? അത് നമ്മുടെ ഭഗവത്ഗീത പറയാണ് അത് പ്രകൃതിയിലുള്ളതാണെന്ന്. അപ്പൊ പ്രകൃതിയെ ആശ്രയിച്ചാണ്, പ്രകൃതിസ്ഥാനി, പ്രകൃതിയിൽ ഇരിക്കുന്നതാണത്. അപ്പൊ അത് ആ രീതി അങ്ങ് മാറി. അത് ഇപ്പം എൻ്റെ ഒരു അംശം, അതായത് പുരുഷന്റെ, അതായത് ആത്മാവിൻ്റെ ഒരു അംശം ആയ ചിത്താണ് ഈ ജീവനെ ഉണ്ടാക്കുന്നത്. ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നതാണ്. ഈ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ആസ്ഥാനമാക്കിയിട്ടുള്ളത് പ്രകൃതിയിലാണ്. അപ്പൊ രണ്ടെണ്ണം ബ്രഹ്മത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, പ്രകൃതിയും പുരുഷനും. ബീജങ്ങൾ നൽകുന്നത് ഞാനാണെന്ന് നേരത്തെ തന്നെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ 13-ാം അധ്യായത്തിലും നമ്മൾ കണ്ടതാണ്. ശരീരം യത് അവാപ്നോതി യച്ഛാഭി ഉത്ക്രാമതീശ്വരക ഗൃഹീത്വേതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശരീരം യത് അവാപ്നോതി, ഏത് ശരീരത്തെ പ്രാപിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു ആര്? ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്. ഗൃഹീത്വ ഏതാനി സംയാതി,
ഇതിനെയൊക്കെ ഇല്ലാതാക്കി കൊണ്ടുപോകുന്നു എന്നർത്ഥം. അതായത് ഇതിന്റെ എല്ലാം പ്രവർത്തനം ആത്മചൈതന്യത്തിന്റെ നേരത്തെ പറഞ്ഞ് ജീവഭൂതമായ അംശം പിൻവലിയുമ്പോൾ ഇല്ലാതാകുന്നു എന്നർത്ഥം. എപ്പോഴാണ് ഈ പിന്നെ ചിത്തെന്ന അംശം, ആത്മാംശം, ജീവഭൂതമായ അംശം പ്രവർത്തിക്കുന്ന എപ്പോഴാണ് ഒരു ജീവിയിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ? ആ ശരീരത്തിൽ ഈ ബോധത്തെ സപ്പോർട്ട് ചെയ്യാൻ, നിലനിർത്താൻ തക്കവണ്ണം അവയവ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒരു കല്ലിലോ അല്ലെങ്കിൽ തടിക്കഷണത്തിലോ ഒന്നും ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല. അതിനകത്ത് അതിനുള്ള സംവിധാനങ്ങളില്ല. അതിനകത്ത് ഉണ്ടെങ്കിലേ അവിടെ ഈ ചിത്ത് ജീവനെ ഉൽപ്പാദിപ്പിച്ച് ജീവന് കൊടുത്ത് അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോഴെന്താണ് വേണ്ടത്? അപ്പം നമ്മൾ ഈ സംവിധാനങ്ങളില്ലെങ്കിൽ, സംവിധാനങ്ങളുള്ള ശരീരത്തിൽ ഇത് ആത്മാവ് ഉള്ളപ്പോൾ ഇത് പ്രവർത്തിക്കും. സംവിധാനങ്ങളില്ലെങ്കിൽ അത് പിൻവലിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്തെന്ന അംശം അവിടെ പ്രവർത്തിക്കത്തില്ല. അതാണ് ഈ ശരീരം, ഏത് ശരീരം എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ജ്യോത്സ്യത്തിലൊക്കെ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് എല്ലാവർക്കും അറിയാം. അവർക്കും ഈ ജ്യോത്സ്യത്തിലെ ഈ കണക്കുകൾ ഉണ്ടാക്കിയവർക്കും അറിയാം. പക്ഷെ അവര് ഭൂമിയെ അടിസ്ഥാനമാക്കി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഭൂമി കേന്ദ്രമാക്കി, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ഗ്രഹത്തിന്റെ സ്ഥാനം എന്താണ്, അതുപോലെ സൂര്യന്റെ സ്ഥാനം എന്താണ് എന്ന് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അല്ല ഭൂമി കേന്ദ്രമാക്കിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് ഈ ശരീരം ഏത് ശരീരത്തെ പ്രാപിക്കുന്നു എന്നുള്ളതല്ല. ഇനി വേറൊരു രീതിയിൽ നോക്കിയാലും ഇതിനകത്ത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആത്മാവ് അതിൽ നിന്നാണ് എല്ലാ ശരീരങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശരീരം വന്നു കഴിഞ്ഞാൽ അതിൽ ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ആത്മാവ് അതിൽ ഉണ്ടാവുന്നു, പ്രവേശിക്കുന്നു എന്നൊരർത്ഥത്തിൽ അതും എടുക്കാം. അപ്പൊ എങ്ങനെ നോക്കിയാലും അത് ഈ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഇത് മനസ്സും അത് ഇന്ദ്രിയങ്ങളും ഒക്കെ ആ പ്രകൃതി, ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, ആ പ്രകൃതിയിലെ മനസ്സിലും ഇന്ദ്രിയങ്ങളിലുമൊക്കെ പ്രവർത്തിക്കും, അത് അവയെ പ്രവർത്തിപ്പിക്കും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി അത് അവിടുന്ന് പോകുമ്പോഴോ ആ ചൈതന്യം, അതായത് ഇത് ശരീരം കേടായാലോ തീർച്ചയായിട്ടും ആ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ പ്രവർത്തനം നിലയ്ക്കും. അത് എങ്ങനെയാണ്? വായു ഗന്ധങ്ങളെ അവയുടെ സ്ഥാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് പോലെ. ഇതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? വായുവിൽ അവയങ്ങ് ലയിക്കുകയാണ്. അതുപോലെ ഈ മനസ്സഷ്ടാനി ഇന്ദ്രിയാണിയെ കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണെന്ന്. എന്നുവെച്ചാൽ ഇതെല്ലാം ചിത്തായിട്ട് അതിനകത്ത് തന്നെ ലയിക്കുകയാണ്, ആത്മാവിൽ തന്നെ ലയിക്കുകയാണ്. പിന്നെ ഇത് ഏത് ശരീരത്തിന്റെ മനസ്സാ അല്ലെങ്കിൽ ചൈതന്യമാണ്, ഏത് ശരീരത്തെ പ്രവർത്തിപ്പിച്ച ചൈതന്യമാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എല്ലാം ചേർന്ന് ഒന്നായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേകിച്ചൊരു എൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പോകുന്നു എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇപ്പം അതിന് എത്രയോ ഉദാഹരണങ്ങളും ഉപനിഷത്തുകളിൽ തന്നെ പറയുന്നു. ഇപ്പം നദികൾ ചെന്ന് സമുദ്രത്തിൽ ചേരുന്നത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ പറഞ്ഞ ഉദാഹരണം നോക്കണം. ഇത് പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു പൂവിൽ നിന്ന് ഗന്ധമെടുത്തു, വേറൊരു പൂവിൽ നിന്നും ഗന്ധമെടുത്തു, ഇത് രണ്ടും കൂടെ ചെയ്ത് എൻ്റെ ഗന്ധമാണ് അതിനകത്ത് ഇപ്പോഴുള്ളത്, അത് ഇന്ന സ്ഥലത്തുണ്ട് എന്നാണ് വായുവിനകത്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് എല്ലായിടത്തും ഇത് കൂടി ചേർന്ന് എല്ലായിടത്തും പോകും. അതിനകത്ത് കുറച്ച് ദുർഗന്ധം കലർന്നാലും അതും എല്ലായിടത്തും പോകും. ഒരുമിച്ച് കലർന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും എല്ലായിടത്തും പോകുന്നത്. അപ്പം ശരീരം അവാപ്നോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഈ ആത്മാവില്ലാതെ ഉണ്ടായി, പിന്നെ അതിൻ്റെ പുറത്ത് ഈ ആത്മാവ് ചെന്ന് കയറുന്നു എന്നുള്ളതല്ല. ആത്മാവ് സച്ചിദാനന്ദമാണ്. സത്താണ് ഈ പ്രകൃതിയുടെ ഉൽപാദന കേന്ദ്രം. അത് ഉണ്ടാകുമ്പോൾ ചിത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാണിക്കാനാണ് ഈ ശരീരത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. ചിത്ത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ശരീരം കേടാകുമ്പോൾ ചിത്ത് അതിൽ നിന്ന് പിൻവാങ്ങുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഈ എല്ലാ ഇന്ദ്രിയങ്ങളും ശ്രോത്രം, ചക്ഷു, സ്പർശനം, രസനം, ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവത. ഇതെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം
ഈ മനസ്സിൻ്റെ ശക്തിയിൽ ഇതെല്ലാം വിഷയങ്ങളെ ഈ ശരീരം ആസ്വദിക്കുന്നത്. അതായത് വിഷയങ്ങളെ മനസ്സിൻ ഉപയോഗിച്ച്, ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ശരീരം ആസ്വദിക്കുന്നു എന്നർത്ഥം. ഇനി അത് ആത്മ സംയമനം നേടിയ, ആത്മനിയന്ത്രണം നേടിയ, ആത്മാവിനെ വശത്താക്കിയ ആൾക്കാർക്ക് ഈ പുരുഷനെ പ്രാപിക്കാൻ പറ്റും. ഇനി പറയുന്നു, ആത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിലാണ്. ആത്മാവിൽ നിന്നാണ് എല്ലാ സ്മൃതിയും ജ്ഞാനവും അതുപോലെ തന്നെ അപോഹനം എന്ന് പറയുന്നത് റീസണിങ്, യുക്തിബോധവും എല്ലാം ഉണ്ടാവുന്നത് ആത്മാവിൽ നിന്നാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച. സ്മൃതിയും ജ്ഞാനവും അപോഹനവും എല്ലാം ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വേദാന്തകൃത്ത് ഞാനാണ്, എന്നെയാണ് വേദങ്ങൾ കൊണ്ടറിയുന്നത്. എനിക്ക് എല്ലാം വേദങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുള്ളതാണ്, എനിക്കറിയാം. വേദവിത്താണ് ഞാൻ. ഇനിയാണ് നമ്മൾ പുരുഷനിലേക്ക് വരുന്നത്. നാം നേരത്തെ പറഞ്ഞു ഉത്തമ പുരുഷൻ എന്ന് പറയുന്നതും പിന്നെ പുരുഷൻ എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസം. അതായത് ആത്മാവ്, പരമാത്മാവെന്ന് പറയുന്നതും ജീവാത്മാവെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൻ്റെ വ്യതിരിക്തതയ്ക്ക് എന്താണ് അടിസ്ഥാനമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയുടെയും ശാരീരിക പരിധിക്കുള്ളിൽ നിൽക്കുന്നതിനെ എടുക്കുമ്പോൾ നമ്മൾ അതിന് ജീവാത്മാവ് എന്ന് പറയുന്നു. അതിന് ആ ജീവാത്മാവിനെയാണ് ഒരു ശാരീരിക പരിധിയിൽ വരുന്ന ജീവാത്മാവിനെയാണ് പുരുഷൻ, ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പുരുഷൻ. അതായത് പ്രകൃതിയോട് നിൽക്കുമ്പോഴാണ് പുരുഷൻ എന്ന് പറയുന്നത്, ശരീരത്തോടു കൂടി നിൽക്കുമ്പോഴാണ് പുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇതിപ്പം പറയുന്നത് ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ച അക്ഷര ഏവച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. എങ്ങനെയാണ്? രണ്ട് തരത്തിലുള്ള പുരുഷന്മാരുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? ഒന്നെന്ന് പറയുന്നത് ആ ആത്മാവിൻ്റെ പ്യുവറായിട്ടുള്ള അംശം. രണ്ടാമെന്ന് പറയുന്നത് ആത്മാവ് ഈ ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ശരീരത്തിൻ്റെ അത് ഈ ഉടുപ്പെടുത്തിട്ട് നിൽക്കുന്നു, അല്ലാതെ ഒരാൾ എന്തായാലും അവിടെ ഉണ്ടല്ലോ, പിന്നെ ഉടുപ്പിട്ട ആളിനെയും നമ്മൾ കാണുന്നുണ്ട്. ഇത് രണ്ടിലുള്ള വ്യത്യാസം. രണ്ട് പുരുഷന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് പറയുന്ന രണ്ട് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് ഭൂതങ്ങളാണ്. ആ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക രൂപത്തോടു കൂടിയ പുരുഷൻ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു ഈ ഭൗതിക രൂപത്തെ പ്രകാശിപ്പിച്ച് ഉള്ളിൽ നിൽക്കുന്ന തനതായ പുരുഷൻ. അങ്ങനെ രണ്ട് പുരുഷന്മാരുണ്ട്. രണ്ടും ഈ ഒന്ന് തന്നെയാണ്. ഭൗതിക രൂപം നശിക്കുന്നതാണ് ഭൗതിക രൂപം. അതാണ് ഒരെണ്ണം ക്ഷരമായ പുരുഷനാണെന്ന് പറയുന്നത്. ഭൗതിക രൂപത്തെ പ്രകാശിപ്പിച്ച് നിർത്തുന്ന പറഞ്ഞാൽ ഈ ഭൗതിക രൂപം നശിക്കുന്നതോടുകൂടി അത് തനതായ രൂപം തന്നെ ആയി മാറും എന്നർത്ഥം. ഒരാൾ ക്ഷരമാണ്, മറ്റേത് അക്ഷരമാണ്. അക്ഷരം എന്നത് ഉള്ളിലിരുന്ന് പ്രകാശിപ്പിക്കുന്നത്. അതാണ് കൂടസ്ഥോ അക്ഷര ഉച്ചതേ എന്ന് പറയുന്നത്. കൂടസ്ഥനാണ്. ഉത്തമ പുരുഷനെ കുറിച്ച് പറയും. ഉത്തമ പുരുഷസ്ത്വന്യക പരമാത്മേതി ഉദാഹൃത. അതിന് പരമാത്മാവ് എന്നും ഒന്നും കൂടി അതിനെ വിളിക്കുന്നുണ്ട്. യോ ലോകത്രയം ആവശ്യ വിഭർത്തി അവ്യയ ഈശ്വര. അവ്യയനായ ഈശ്വരൻ ലോകത്രയം മൂന്ന് ലോകങ്ങളെയും ഇത് ഉള്ളിലാക്കിക്കൊണ്ട് അതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്ന പരമാത്മാവാണ് ഈ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ആത്മാംശം അല്ലെങ്കിൽ പുരുഷൻ, അതാണ് ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ പരമാത്മാവ്. ഒരു ജീവിയിൽ മാത്രം, ഒരു വ്യക്തിയുടെ ശാരീരിക പരിധിക്കുള്ളിൽ വെച്ച് കാണുമ്പോഴാണ് അത് ജീവാത്മാവ് അല്ലെങ്കിൽ ഒരു വെറും പുരുഷൻ എന്ന് നമ്മൾ പറയുന്നത്. യസ്മാത് ക്ഷരമതി, അതിപ്പോൾ വളരെ ക്ലിയർ, ഞാൻ പറഞ്ഞ ഉദാഹരണ സഹിതം ഇപ്പം വളരെ ക്ലിയർ. യസ്മാത് അതീതോഹം അക്ഷരാദഭിചോത്തമ അതോസ്മി ലോകേ വേദേച്ച പ്രതിത പുരുഷോത്തമ. അത് പറയുന്നുണ്ട്, ഞാൻ അക്ഷരത്തിനേക്കാൾ അതീതമാണ്,
അക്ഷരത്തെക്കാളും അതീതമാണ്. അതുകൊണ്ടാണ് എന്നെ വേദങ്ങളിലും അതുപോലെ തന്നെ ലോകത്തും ഉത്തമ പുരുഷനെന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ അതിനകത്ത് കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനക ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. കൃതകൃത്യം എന്ന് പറഞ്ഞാൽ അയാളെല്ലാം അറിഞ്ഞവനായിത്തീരുന്നു. ഇനി അവന് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിൽ അവൻ കൃതകൃത്യനായി തീർന്നിരിക്കുന്നു. ഇതാണ് 20-ാമത്തെ ശ്ലോകം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉത്തമ പുരുഷൻ യോഗം, ഉത്തമ പുരുഷ യോഗം എന്ന ഈ 15-ാം അധ്യായം സമാപിക്കുന്നു. ഇനി അടുത്തത് 16-ാം അധ്യായമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെ കാണാം. നന്ദി, നമസ്കാരം.